പെണ്ണാണ്. ഇനി എല്ലാവരും നിന്നെ അങ്ങനെ കാണാവൂ. അച്ചൂട്ടിയുടെ പെണ്ണ്. കരയുന്നു. ചേച്ചി ദൈവം നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും തരട്ടെ. അച്ചൂട്ടി, ഇവൾ നിനക്ക് കിട്ടിയ മഹാഭാഗ്യ. ഇവളുടെ കണ്ണ് നിറയാൻ ഒരിക്കലും നീ ഇടവരുത്തരുത്. എന്തിനാ? എനിക്ക് ഈ നേരത്ത് ഇതൊന്നും കുടിച്ച് ശീലമില്ല. അതറിയാം, പക്ഷേ ഈ രാത്രിക്ക് ഇങ്ങനൊരു ചടങ്ങുണ്ട്. ചടങ്ങോ? ഇത് കുടിച്ചേ പറ്റൂ. അതെന്തിനാ ബാക്കി കുടിക്കുന്ന? വേറെ പാലില്ല ഇവിടെ. അതങ്ങനെയാ. ഈ മുഖത്തിന് ഇതാ ചേരുന്നത്. ആണല്ലേ? അച്ചൂട്ടി ആരായി പേരിട്ടത്? അറിയില്ല. ഓർമ്മ വെച്ച നാണുപോലെ എല്ലാരും എന്നെ അങ്ങനെ വിളിക്കുന്നത്. അച്ചൂട്ടി. ഞാനങ്ങനെ വിളിക്കില്ല. ഞാൻ അച്ചുവേട്ടാന്ന് വിളിക്കട്ടെ? അച്ചുവേട്ടൻ. അച്ചുവേട്ടൻ. ഒന്ന് വിളിച്ചേ. അച്ചുവേട്ടാ. ഒന്നോട് വിളിച്ചേ. അച്ചുവേട്ടാ. അച്ചുവേട്ടാ. അങ്ങോട്ട് ആഞ്ഞു തള്ളടോ. സൂക്ഷിച്ച് സൂക്ഷിച്ച് നോക്കി നിൽക്കാതെ സാധനങ്ങളൊക്കെ ഇറക്ക്. അടുത്ത ലോഡ് എടുത്തു വാ. ഇതാണ് നമ്മുടെ വീട്ടുടമസ്ഥൻ, സാക്ഷാൽ അവറാച്ചൻ മുതലാളി. വീട്ടുടമസ്ഥൻ വേറേ ഉള്ളൂ. വാടകാന്ന് പറഞ്ഞ് ഇവിടുന്ന് ഒറ്റ പൈസ കിട്ടാറില്ല. പഞ്ഞന്തൂറിൽ നിർത്തിക്കൂടണ്ട മുതലാളി. കുളിമുറി എവിടെയാ കെട്ടണ്ടേ? കുളിമുറിയോ? അച്ചൂട്ടി ഇന്ന് രാവിലെ വന്ന് പറഞ്ഞേച്ച് പോയതാ. വൈകുന്നേരം ആകുമ്പോഴേക്കും ഇവിടെ കുളിമുറി ഉണ്ടായിരിക്കണം. എവിടെയാ സ്ഥലം എന്ന് വെച്ചാൽ വേഗം അങ്ങോട്ട് കാണിച്ചു കൊടുക്കും. ഞങ്ങളെ കെട്ടി തുടങ്ങിക്കോട്ടെ. ബുദ്ധിമുട്ടില്ലെങ്കിൽ വീടിന്റെ പുറകിൽ കെട്ടിയാ മതി. ഓ പിന്നൊരു കാര്യം, എന്റെ കഷ്ടകാലത്തിന് മോക്കൊരു പൂതി കേറിയിട്ട് ഇവിടെ ഒരു ബെഡ്റൂം കെട്ടണമെന്നോ സ്വിമ്മിംഗ് പൂള് പണിയണമെന്നൊന്നും പറഞ്ഞേക്കല്ലേ. ഞാൻ കുത്തുപാള എടുക്കേണ്ടി വരും. അങ്ങനെ ഒരു യോഗം ജാതകത്തിൽ ഉണ്ടെങ്കിൽ അത് നടന്നിരിക്കും മുതലാളി. ഓ നിന്റെ കരുനാക്കൊന്നും പറയാതെ അട്ടപ്പാടി. സിന്ധു, സിന്ധു,
ഉറങ്ങായിരുന്നു. എന്നോട് ദേഷ്യപ്പെട്ടിരിക്കുക? ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം. അവിടെ ഇരിക്കേ. എവിടെയായിരുന്നു ഇതുവരെ? ഞാൻ ഇവിടെ ഒറ്റയ്ക്കാന്ന് അച്ചുവേട്ടൻ അറിയില്ലേ? അതാണോ? ദേ ഇത് പിടിക്കേ, എന്നിട്ട് എത്രയുണ്ടെന്ന് എണ്ണി നോക്ക്. പിടിക്കുന്നേ. ആരുടെ ജീവന്റെ വിലയായത്? ഇതുവരെ ഞാൻ ആരെയും കൊന്നിട്ടില്ല. അതിന്റെ പേരിൽ ഒരു ചില്ലിക്കാശ് വാങ്ങിയിട്ടുമില്ല. മനസ്സിൽ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ലായിരുന്നു. ഇപ്പോ ജീവിക്കണമെന്നൊരു തോന്നൽ. ദൂരെ എവിടെയെങ്കിലും പോയി കുറച്ച് സ്ഥലം വാങ്ങണം. എന്നിട്ടതിൽ ചെറിയൊരു വീടുണ്ടാക്കണം. അവിടെ നീയും നമ്മുടെ കുഞ്ഞും പിന്നെ ഞാനും. എന്താ? വേണം, എല്ലാം വേണം. പക്ഷെ അതൊക്കെ നേരായ മാർഗത്തിലൂടെ സമ്പാദിച്ച പണം കൊണ്ടായിരിക്കണം. അച്ചുവേട്ടന്റെ കയ്യിൽ നോട്ടുകെട്ടുകൾ കാണുന്നത് തന്നെ എനിക്ക് പേടിയാ. ഓരോ സ്ത്രീകളും അവരുടെ ഭർത്താക്കന്മാര് രാവിലെ ജോലിക്ക് പോകുമ്പോ വൈകുന്നേരം തിരിച്ചു വരും എന്ന് ഉറപ്പോടെയാ കാത്തിരിക്കുന്നത്. പക്ഷെ അച്ചുവേട്ടൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയാൽ തിരിച്ചു വരുന്നുള്ളതിന് എനിക്കെന്താ ഒരു ഉറപ്പ്? വേറെ എന്തെല്ലാം ജോലികളുണ്ട് ഈ നാട്ടിൽ. എന്ത് ജോലിയും ചെയ്യാനുള്ള ആരോഗ്യം എന്റെ അച്ചുവേട്ടനുണ്ടല്ലോ. എന്നെയും എന്റെ വയറ്റിൽ വളരുന്ന നമ്മുടെ കുഞ്ഞിനെ ഓർത്ത് ഇനി ഇങ്ങനെയുള്ള ജോലിക്കൊന്നും പോകരുത്. എല്ലാം അവസാനിപ്പിക്കണം, എല്ലാം. നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് അവനെ നന്നായി വളർത്തണം, വലിയവനാക്കണം. ഇനി ഇതിനൊന്നും പോവില്ലെന്ന് എന്നോട് സത്യം ചെയ്. എല്ലാം ഇന്നോടെ നിർത്തിയെന്ന് സത്യം ചെയ്. ഒരു കൈ സഹായിച്ചേൻ. മതിയോ? ഈ കൈ മതി. ഈ കൈ അത് വേണ്ട. പണിയെടുക്കണ. ഉസ്താദ് ഈ പണി ഇങ്ങനെ പോയി നമ്മുടെ ഓയിൽ സീൽ തള്ളുട്ടോ. എടാ ഇതൊക്കെ ആദ്യം ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന, പിന്നെ പരിചയം ആയിക്കോളും. അതിനാള് ജീവിച്ചിരുന്നിട്ട് വേണ്ട പരിചയമാ. എന്തിനാ അത് പൊക്കണേ? അതവിടെ ഇരുന്നോട്ടേ. എന്താ എടുക്കണ വലിയ കാര്യം. ഞാൻ പൊക്കും. ഞാൻ പൊക്കാൻ പറ്റില്ല. അതെ, ആ, ഒന്ന് വേഗം കൊണ്ടുപോവാ. വിശന്ന് കുടല് കരിയുന്നു. എന്തൊരു ധൃതിയായത്. ഇതാ എല്ലാം റെഡി. എല്ലാം റെഡിയാണ്. എന്തോന്ന്? ഏ? ദേ അച്ചുവേട്ടാ. അപ്പോഴേക്കും തുടങ്ങിയോ? കൊണ്ടാ, ഞാൻ വിളമ്പി തരാം. നീ ഇരിക്കെ. അച്ചുവേട്ടൻ കഴിക്കേ, എന്നിട്ട് ഞാൻ കഴിക്കാം. മതി മതി, നീ എവിടെ ഇരിക്കെ. അച്ചു ഇരിക്കെ. സാമ്പാർ. മതി. എന്താ? ഒന്നുമില്ല. എന്താ അച്ചുവേട്ടാ? ഒന്നുമില്ല. നോക്കട്ടെ. ഒന്നുമില്ലെന്ന് പറഞ്ഞു. നോക്കട്ടെ, കാണിക്ക്. ചെയ്ത് ശീലമില്ലാത്ത പണിയായതുകൊണ്ടാ. എല്ലാം ഞാൻ കാരണമല്ലേ? വേണ്ട, ഇനി അച്ചുവേട്ടൻ ഈ ജോലിക്ക് പോണ്ട. ഏയ് അതൊന്നും സാരമില്ലെന്നേ. എന്തൊക്കെ പറഞ്ഞാലും അധ്വാനിച്ച് ജീവിക്കാന്നൊക്കെ പറഞ്ഞ അതൊരു സുഖ. അത് മറ്റാർക്കും വേണ്ടിയല്ലോ, നമുക്ക് വേണ്ടിയല്ലേ. സിന്ധു, ദാ വരുന്നു. വേഗം കൊണ്ടുപോവാ, ആ. സമയം പോയി. ദാ. വരട്ടെ. ഉം. വാ. ദേ പിന്നെ പകല് പോത്തിനെ പോലെ ഉറങ്ങിയത്. ദേ വേണ്ടി പറഞ്ഞ എനിക്കൊന്നുമില്ല. സിന്ധു അല്ലേ? നീയാണല്ലേ ഇവന്റെ ജീവിതം മാറ്റിയെടുത്തത്? കൊള്ളാം.
നാളെയാ അവിശ്വാസ പ്രമേയം. ഇന്ന് തന്നെ MLA മാരെ പൊക്കിയില്ലേ, പ്രശ്നം വഷളാകും. ഉം. ഇതാ എന്താ ഇത്? ഞാൻ വാങ്ങിച്ച കാശ് ഇന്ന് അവിടെ എത്തിക്കണം വിചാരിച്ചതാ. ഞാനെല്ലാം നിർത്തി. നിർത്തിയോ? കാശ് വാങ്ങുമ്പോൾ അത് പറഞ്ഞില്ലല്ലോ. അപ്പൊ വാങ്ങാൻ തോന്നി, ഇപ്പൊ തോന്നി വേണ്ടെന്ന്. ഇനി മുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും എന്നെ വിളിക്കരുത്. അച്ചൂട്ടി എന്താ പുണ്യാളനാകാൻ പോവുക? ഒരു ഗുണ്ട എത്ര നല്ലവനായി ജീവിക്കാൻ ശ്രമിച്ചാലും ഗുണ്ടയായിട്ട് മാത്രമേ അവൻ ഈ ലോകം കാണൂ. മനസ്സിലായോ? ലോകം അത് കുറെ കണ്ടവനായി അച്ചൂട്ടി. ഞാൻ എന്ത് ചെയ്യണം, എങ്ങനെ ജീവിക്കണമെന്ന് എന്നെ ആരും പഠിപ്പിക്കണ്ട. മനസ്സിലായോ? സേതുരാമയ്യർ ആരെയും ഒന്നിനും നിർബന്ധിക്കാറില്ല. നിന്റെ മാറ്റം, പുതിയ ജീവിതം, സർവേശ്വരൻ നിന്നെ അനുഗ്രഹിക്കട്ടെ. കുളിച്ച നന്നായി തോർത്തണമെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞാലും കേക്കില്ല. ഇവിടെ ഇരുന്നേ, ഇരിക്കെ. മതി ഇരിക്കാൻ. എന്താ അച്ചൂട്ടാ ഇത്? ഞാൻ എന്റെ മോനെ മുമ്പ് വെച്ചതല്ലേ. ദേ അച്ചൂട്ടാ, കുറച്ച് കൂടുന്നുണ്ട്. അത് ശരി. ആ അതെ, ശാന്തയെടുത്ത് ഗുരുവായൂർക്ക് ഒരു നേർച്ച നേർന്നിട്ടുണ്ട്. നേർച്ച നമ്മുടെ കുഞ്ഞിന്റെ ചോറൂണ് ഗുരുവായൂർ വെച്ച് നടത്തണമെന്ന്. നടത്തിക്കളയാ. ആ പിന്നെ ഒരു കാര്യം ചെയ്യാം, 2 ദിവസം മുമ്പേ നമുക്ക് ഗുരുവായൂർക്ക് പോവാം. അതെന്തിനാ? അല്ല, കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ഇതുവരെ എങ്ങും പോയില്ലല്ലോ. നമ്മുടെ കുഞ്ഞിന്റെ ചോറൂണ് മാത്രമായിരിക്കില്ലെന്ന്. നീയും നമ്മുടെ മോനും ഞാനും ഒക്കെ കൂടിയുള്ള ഒരു മധുവിധു യാത്ര. ഈ അച്ചൂട്ടിന്റെ ഒരു കാര്യം, കുഞ്ഞിനെയും കൊണ്ടാണോ മധുവിധ യാത്ര? എന്താ കുഴപ്പം? എന്താ പിന്നെ അവിടെ ഇവിടെ ആരും ഇല്ലേ? ആരും വിളിക്കുന്നു. മോളു, നാളെ മോളുടെ ചോറൂണാ, അതിന് ക്ഷണിക്കാൻ വന്നതാ. ഇവിടെ ഇല്ലേ? ഉണ്ട്, വാ. ഞാനിപ്പോ വരാവേ. അച്ചൂട്ടാ, മോളുടെ ചോറൂണ നാളെ. നിങ്ങൾ രണ്ടുപേരും കൂടി വരണം. നിന്റെ ഈ കൈ ഒടിഞ്ഞു പോകത്തേ ഉള്ളൂ ദുഷ്ട. എന്താ വരില്ലേ? ദേ, വന്നില്ലെങ്കി നിങ്ങളുടെ കൊച്ചിന് ചോറൂണിന് ഞങ്ങളും വരില്ല കേട്ടോ. വരട്ടെ. നിങ്ങൾ ഇവിടെ ഇരിക്കും, ഞാൻ ചായ. അയ്യോ വേണ്ട, ഇനിയും 2-3 വീടുകൾ ക്ഷണിക്കാനുണ്ട്, പിന്നീടാവാം. ശരി. അച്ചൂട്ടാ, സിന്ധു, അയ്യോ എന്തായി കാണിക്കുന്നേ? നിന്റെ തലയിൽ ഇടുത്തി വീഴും, ലോറി ഇടിച്ച് ചാകും, തെമ്മാടി, തെണ്ടി എന്നൊക്കെ പറഞ്ഞ് എന്നെ ശപിച്ചിട്ടുള്ളവർ ഇന്ന് എന്നെ വന്ന് അവരുടെ വീടുകളിലേക്ക് ക്ഷണിക്കുന്നത് കാണുമ്പോ എനിക്ക് സിന്ധു, നീ എന്റെ ജീവിതത്തിലേക്ക് കയറി വന്നോടെ എല്ലാവരും എന്നെ ഒരു മനുഷ്യനായി കാണാൻ തുടങ്ങിയത്. എന്റെ ഈ ജന്മം മുഴുവനും നിന്നോട് ഞാൻ കടപ്പെട്ടിരിക്കുക. എന്താ അച്ചൂട്ടാ ഇത്? കൊച്ചുകുട്ടികളെ പോലെ. സിന്ധു, അല്ല വിവാഹ വാർഷികം അടിച്ചു പൊളിക്കാനുള്ള പരിപാടിയാ? ഏയ് അങ്ങനെയൊന്നുമില്ല, ചേച്ചി വിളിക്കാം. ഹോസ്പിറ്റലിലെ സൂപ്രണ്ടിന്റെ യാത്രയപ്പാ. അയ്യോ, അപ്പൊ ഭക്ഷണത്തിന് ഉണ്ടാവില്ലേ? പിന്നെ പായസം ഉണ്ടോ? എന്നാ ഞാൻ നേരത്തെ വരാൻ നോക്കാം. മോനെവിടെ? ഉറങ്ങ. ഇത് മോന്റെ അടുത്ത് കൊടുത്തേക്ക്. പിന്നെ പായസത്തിലെ ചക്കര ഇത്തിരി കൂടുതലുണ്ട്. ചക്കര ശരി.
എന്താ വേണ്ടേ? വേണം, ഇത് മതി. പാക്ക് ചെയ്യാം. അല്ല, ഈ ബോംബിന് ടൈം അഡ്ജസ്റ്റ് ഒന്നും വേണ്ടേ? ഇതിന് ടൈം അഡ്ജസ്റ്റ്മെന്റ് ഒന്നും വേണ്ട. ഈ അടപ്പൊന്ന് തുറന്നാൽ നിമിഷങ്ങൾക്കകം എല്ലാം കത്തിച്ചാമ്പലാകും. ഒരു പാക്കറ്റ് ഗ്ലൂക്കോസ് വേണം. എത്രയായി? ഇതാ. സുരേഷേ, അവിടെയൊക്കെ ഞാൻ വരുന്നു. ആട്ടോ. ഹലോ, ഒന്ന് നിക്കണേ, സഞ്ചി മതി. ആഹാ. പോട്ടെ. അച്ഛ വരൂട്ടാ, അച്ഛ വരൂടാ. അതും മോന്റെ അച്ഛനല്ല. നേരത്തെ വരാന്ന് പറഞ്ഞ് പോയിട്ട് നമ്മളെ പറ്റിക്കോ മോന്റെ അച്ഛൻ? എത്രയായി? നേരം വൈകിയപ്പോ ഞാൻ വിചാരിച്ചു എന്നെ മോനെ പറ്റിച്ചു. കേട്ടോടാ മോനെ, നിന്റെ അമ്മയ്ക്ക് എന്നെ ഇപ്പോഴും വിശ്വാസമായിട്ടില്ല. സന്തോഷായി ചേട്ടാ. ഇത് ഹൃദയം പിടിച്ചേ, ഞാനതൊക്കെ എടുത്തു വെക്കട്ടെ. അല്ല, വിവാഹ വാർഷികം എന്നൊക്കെ പറഞ്ഞിട്ട് സദ്യയൊന്നും ഇല്ലേ? വന്ന് കയറിയല്ലുള്ളൂ. എല്ലാം റെഡി. 2 തരം പായസം ഞാൻ അച്ചോട്ടിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പോരെ? ഞാൻ ഭാഗ്യം ചെയ്തവനല്ലേ? എന്താ സംശയം? മോനെ, ഇല്ല. നമുക്ക് നോക്കാം. ഓ, എന്തൊരു വാശ ചെയ്ത്. നീ ഒന്ന് പിടിച്ചേ. അവിടെ അങ്ങനെ ഞാനൊന്ന് മാറ്റി. കരയത് മോനെ. എന്താ മോനെ ഇത്? അച്ചുവേട്ടാ, അതാ വരുന്നു. കരയല്ലേ. എന്താടാ ഇവനൊന്ന് പുറത്തു കൊണ്ടുവയ്ക്കേ. എന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല. വാ, നമുക്ക് പോവാം. അതൊന്നും വേണ്ട, വാ. വേണ്ടടാ, കരയുണ്ട്. നോക്കി. എന്തിനാ മോൻ കരയണേ? അച്ഛൻ വഴക്ക് പറഞ്ഞോ? എന്താടാ ഇത്? ഉസ്താദ്, ഞാനൊരു ഉടുപ്പ് വാങ്ങിച്ചതാ. മോൻ ഇതുവരെയായിട്ടൊന്നും വാങ്ങിച്ചു കൊടുത്തില്ല. ഞാന് നട്ടപ്പാടി പോവാ. എന്താ? അമ്മേനെ ഒന്ന് കാണണം. മോനെ, ദേ നോക്കിയേ, ഇതെന്താ? അതെ, ഊണ് കഴിച്ചിട്ട് പോയാ മതി. മാമന് ജസ്റ്റ് തരാട്ടാ. മണിയനിത് എപ്പോ വന്നു? ഇപ്പൊ വന്നോളൂ. നീ എന്തിനാ കരയുന്ന വെറുതെ? അല്ലാണ്ട് ഉസ്താദിന്റെ അടുത്ത് മോനെ കൊടുക്കോ? അവൻ അട്ടപ്പാടിക്ക് പോവാ. എവിടെയും പോകുന്നില്ല, ഭക്ഷണം കഴിച്ചിട്ട് പോയാ മതി. അയ്യോ, ബസ് പോവും. അപ്പൊ നാളെ പോവാം. ഇത് കണ്ടോ, അവൻ കൊണ്ടുവന്നാ. എന്തിനാ മണിയാ ഇതൊക്കെ? ഇതൊക്കെ ഒരു സന്തോഷല്ലേ പെങ്ങളെ? ഇത് പിടിച്ചേ. ഇവന് നന്നായി മാച്ച് ചെയ്യുന്നുണ്ടല്ലേ? നിങ്ങൾ ഇത് ഇടിക്കുമ്പോഴേക്കും ഭക്ഷണം റെഡിയാക്കി വെക്കാം. എന്താടാ ഇത്? വിടടാ മോനെ, അമ്മ പോട്ടെ. മോനെ, ഇത് കൊണ്ടുവയ്ക്കോ. അമ്മ പോയി ചോറ് കഴിച്ചേക്കട്ടോ. അപ്പോഴേക്ക് നമുക്ക് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ആ
നിനക്കൊരു സമ്മാനം കൊണ്ടുവരും. നല്ല കുട്ടിയായിട്ട് കുറുമ്പ് കാണിക്കാണ്ട് നിൽക്കണട്ടാ. Oh,